पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम चतुर्थ स्कंदം 26ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം 26ാമത്തെ ശ്ലോകവും 27ാമത്തെ അധ്യായം ചണ്ഡവേഗൻ പുരഞ്ജനന്റെ നഗരത്തെ ആക്രമിക്കുന്നു. കാലകന്യകയുടെ സ്വഭാവം 27ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 4 ശ്ലോകങ്ങളും വായിക്കാം. തന്മേ പ്രസീദ സുഹൃത കൃതകിൽബിഷസ്യ സ്വൈരം ഗതസ്യ മൃഗയാം വ്യസനാതുരസ്യ കാദേവരം വശഗതം കുസുമാസ്ത്രവേഗ വിസ്രസ്തപൗഷ്ണമുഷതി ന ബചേത കൃത്യേ. നാരദോവാച ഇത്തം പുരഞ്ജനം സദ്രഗ് വശമാനീയ വിഭ്രമേ പുരഞ്ജനി മഹാരാജ ദേമേ രമയതി പതിം. സ രാജാ മഹിഷീം രാജൻ സുസ്നാതാം രുചിരാനനാം കൃതസ്വസ്ത്യയനാം തൃപ്താം അഭ്യനന്ദത് ഉപാഗതാം. തയോപഗൂഢപരിരബ്ധഗന്ധരോ അഹോനുമന്ത്രൈരപകൃഷ്ടചേതന ന കാലരംഭോ ബുബുധേ ദുരത്യയം ദിവാ നിഷേധി പ്രമതാത് പരിഗ്രഹഃ. ശയാന ഉന്നദ്ധമദോ മഹാമന മഹർഹതൽപേ മഹിഷീ ഭുജോപതിഃ താമേവ വീരോ മനുദേ പരം യദ തമോഭീഭൂതോ ന നിജം പരം ചയത്. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സെൽവമാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4-2 അധ്യായം 26. പുരഞ്ജന രാജാവ് നായാട്ടിനായി വനത്തിലേക്ക് പോവുകയും അവന്റെ രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 26. തന്മേ പ്രസീദ സുഹൃത കൃത കിൽബിഷസ്യ സ്വൈരം ഗതസ്യ മൃഗയാം വ്യസനാതുരസ്യ കാദേവരം വശഗതം കുസുമാസ്ത്രവേഗ വിശ്വസ്തപൗഷ്ണം ഉഷദീന ഭജേത ഗുപ്തേം. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട രാജ്ഞി, എന്റെ പാപകരമായ ആഗ്രഹങ്ങൾ മൂലം ഞാൻ നിന്നോട് പറയാതെ വനത്തിൽ നായാട്ടിന് പോയി. അതിനാൽ നിന്നോട് അപരാധം ചെയ്തെന്ന് ഞാൻ സമ്മതിക്കണം. എന്നിരുന്നാലും നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആജ്ഞാനുവർത്തിയായി കരുതി നീ എന്നിൽ പ്രസാദിക്കേണ്ടതാണ്. വാസ്തവത്തിൽ വളരെ ദുഃഖിതനാണെങ്കിലും കാമദേവന്റെ ബാണങ്ങൾ തുളഞ്ഞു കയറുകയാൽ എനിക്ക് വല്ലാത്ത ലൈംഗികാഭിനിവേശം അനുഭവപ്പെടുന്നു.
പക്ഷേ തന്റെ കാമാർത്ഥനായ ഭർത്താവിനെ ഉപേക്ഷിക്കുകയും അവനോട് സംയോജിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന സുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടോ? ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 26-ാം അധ്യായം. പുരഞ്ജന രാജാവ് നായാട്ടിനായി വനത്തിലേക്ക് പോവുകയും അവന്റെ രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു. അധ്യായം 27. ചണ്ഡവേഗൻ പുരഞ്ജനന്റെ നഗരത്തെ ആക്രമിക്കുന്നു. കാലകന്യകയുടെ സ്വഭാവം. ശ്ലോകം 1. നാരദ ഉവാച ഇത്തം പുരഞ്ജനം സദ്രക് വശമാനീയ വിഭ്രമൈ പുരഞ്ജനി മഹാരാജ രേമേ രമയദീപതി. വിവർത്തനം. നാരദ മഹാമുനി തുടർന്നു, എന്റെ പ്രിയപ്പെട്ട രാജാവേ, പുരഞ്ജന രാജാവിന്റെ പത്നി അവളുടെ ഭർത്താവിനെ പലവിധത്തിൽ വിഭ്രമിപ്പിച്ച ശേഷം തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന അവന് സകല സംതൃപ്തിയും നൽകി അവനൊപ്പം ലൈംഗിക ജീവിതം ആസ്വദിച്ചു. ശ്ലോകം 2. സരാജാമവിഷീം രാജൻ സുസ്നാദാം രുചിരാനനം ഹൃദസ്വസ്തയനാം തൃപ്താം അഭിനന്ദതുപാഗതം. വിവർത്തനം. രാജ്ഞി സ്നാനം ചെയ്ത് മംഗളകരങ്ങളായ വസ്ത്രാഭരണാദികൾ ഭംഗിയിൽ ധരിച്ച് മനോഹരിയായി. അനന്തരം ഭക്ഷണവും കഴിച്ച് സമ്പൂർണ്ണ സംതൃപ്തയായി അവൾ രാജാവിന്റെ സമീപത്തേക്ക് മടങ്ങിച്ചെന്നു. അവളുടെ മനോഹരമായി അലങ്കരിച്ച മുഖം ദർശിച്ച രാജാവ് അവളെ ആരാധനാപൂർവം സ്വാഗതം ചെയ്തു. ശ്ലോകം 3. തയോപകൂട പരിരബ്ധകന്ധരു രഹോനമന്ത്രൈരപകൃഷ്ടചേതന നകാലരംഭോ ബുബുദേതുരത്തയം ദിവാനിഷേധി പ്രമദാപരിഗ്രഹ. വിവർത്തനം. രാജ്ഞി പുരഞ്ജന രാജാവിനെ ആലിംഗനം ചെയ്തു. അവളുടെ തോളുകളിൽ ആശ്ലേഷിച്ച രാജാവും പ്രതികരിച്ചു. അവർ വിജനമായ ഒരു സ്ഥലത്ത് സന്ധിച്ച് അവിധം നർമ്മരസങ്ങൾ ആസ്വദിച്ചു. അങ്ങനെ സുന്ദരിയായ ഭാര്യയാൽ വളരെയധികം വശീകരിക്കപ്പെട്ട രാജാവ് തന്റെ സ്വബോധത്തിൽ നിന്ന് അറിയാതെ വ്യതിചലിച്ചു പോയി. രാപ്പകലുകൾ കടന്നു പോകുന്നത് അവൻ അറിഞ്ഞതേയില്ല. അവന്റെ ആയുസ്സിന്റെ കാലയളവ് യാതൊരു പ്രയോജനവുമില്ലാതെ വൃഥാ കൊഴിഞ്ഞു തീരുകയായിരുന്നുവെന്ന സാരം. ശ്ലോകം 4. ശയാന ഉന്നതമതോ മഹാമന മഹർഹതൽപേ മഹിഷീ ഭുജോപതി താമേവ വീരോ മനുദേ പരം യത സ്തമോഭിഭൂതോന നിചംബരം ചയത്. വിവർത്തനം. ഈ രീതിയിൽ വ്യാമോഹം വർദ്ധിച്ച് വിഭ്രമത്തിലായ പുരഞ്ജന രാജാവ് ഉയർന്ന അവബോധമുള്ളവനായിട്ടും ഭാര്യയുടെ കൈകളാകുന്ന തലയണയിൽ തലചായ്ച്ച് ഒരേ കിടപ്പ് കിടന്നു. ഈ നിലയിൽ സ്ത്രീയാണ് തന്റെ പരമമായ ജീവനും ആത്മാവുമെന്ന് അവൻ കരുതി. ഇപ്രകാരം തമോ ഗുണത്താൽ സംഭ്രമിക്കപ്പെട്ട അവന് സ്വന്തം ആത്മാവിനെയോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെയോ ആത്മസാക്ഷാത്കാരത്തെ പറ്റിയോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സെൽവ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ പുരഞ്ജന രാജാവ് തന്നോട് പിണങ്ങി നിന്നിരുന്ന തന്റെ രാജ്ഞിയെ വീണ്ടും ഭംഗി വാക്കുകളാൽ അനുനയിപ്പിച്ച് പിണക്കമെല്ലാം മാറ്റി വീണ്ടും അവർ ഒന്നു ചേർന്നു. അവർ പരസ്പരം സഹകരിച്ചു. വീണ്ടും ഇന്ദ്രിയ സംതൃപ്തിയിൽ മുഴുകി. കാലം കടന്നുപോയത് അവർ അറിഞ്ഞില്ല എന്ന് പറയും. ഈ ഒരു സംഭവം രണ്ടു വിധത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന്, പുരഞ്ജൻ ആ ജീവാത്മാവ്, പുരഞ്ജനന്റെ പത്നി രാജ്ഞി, അദ്ദേഹത്തിന്റെ ബുദ്ധി രണ്ട് നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്ന്, ശത്രുവായിട്ടും ആ ജീവാത്മാവിനോട് സഹകരിക്കാതെയും ജീവാത്മാവിനോട് സഹകരിച്ചും പ്രവർത്തിക്കുന്നു. ജീവാത്മാവിനോട് സഹകരിച്ച് അവനെ ആത്മീയമായിട്ട് ഉയർത്തുന്ന ബുദ്ധിയാണ് അവന്റെ ബന്ധു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ബന്ധുരാത്മാൻ മനസ്തസ്യ ഏനാത്മൈവ ആത്മനാജിത അനാത്മനസ്തു ശത്രുത്തെ വർത്തേതാത്മൈവ ശത്രു. ഒരുവന്റെ ബുദ്ധി നിയന്ത്രിക്കപ്പെടുന്നതാണെങ്കിൽ, അവനെ ആത്മീയമായിട്ട് ഉയർത്താൻ സഹായിക്കുന്നതാണെങ്കിൽ അത് അവന്റെ ബന്ധുവാണ്, അവന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അപ്പോൾ ബുദ്ധിയും ജീവാത്മാവും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് അത് വലിയ ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ജീവിതം അവർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. ജീവാത്മാവിനും ബുദ്ധിക്കും അതീന്ദ്രിയമായിട്ടുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം.
അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്ന സമയത്ത് ജീവാത്മാവിന് യഥാർത്ഥ സുഖം അനുഭവിക്കാൻ സാധിക്കും. സുഖം അത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സുഖം അത്യന്തികം യത്, ആ ജീവാത്മാവിന് അനുഭവിക്കാൻ സാധിക്കുന്ന അത്യധികമായിട്ടുള്ള സുഖം ബുദ്ധിയുടെ സഹായത്താൽ, അതീന്ദ്രിയമായിട്ടുള്ള ബുദ്ധിയുടെ സഹായത്താൽ അനുഭവിക്കാൻ സാധിക്കും. ആത്മവശ്യേ വിധേയാത്മാ പ്രസാദം അധികച്ചതി എന്ന് പറയും. നിയന്ത്രിതമായിട്ടുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അവന് മനഃപ്രസാദം ഉണ്ടാകും, സന്തോഷമുണ്ടാകും, വളരെയധികം ജീവിതം ആസ്വദിക്കാൻ സാധിക്കുമെന്ന് പറയും. അപ്പോൾ ഒരു ജീവാത്മാവ് യഥാർത്ഥത്തിൽ സുഖവും സന്തോഷവും അതീന്ദ്രിയമായിട്ടുള്ള സുഖവും അനുഭവിക്കുന്നത് ബുദ്ധിയുടെ സഹകരണത്തോടെയാണ്. ആത്മീയ ബുദ്ധി അവനെ സഹായിക്കുന്ന സമയത്ത് ആ ജീവാത്മാവിന് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഈ കാലം, അവന്റെ മനുഷ്യായുസ് കടന്നു പോകുന്നത് വളരെ ലളിതമായിട്ടായിരിക്കും. കാലം കടന്നു പോകുന്നത് അവൻ അറിയുന്നത് പോലുമില്ല. യാതൊരു ക്ലേശവും ഇല്ലാതെ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ആത്മീയമായിട്ടുള്ള നിലവാരമാണ്. അങ്ങനെ ജീവിതകാലം മുഴുവൻ ആത്മീയമായിട്ടുള്ള നിലവാരത്തിൽ ഒരു വ്യക്തിക്ക് നിലനിൽക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. ഏഷാ ഭ്രാമീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്ധകാലേബി ബ്രഹ്മനിർവാണ പൃച്ഛതി എന്ന രണ്ടാമത്തെ അധ്യായത്തിൽ അവസാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ബുദ്ധിയോഗം ഉപദേശിച്ചതിന് ശേഷം ഭഗവാൻ പറയുന്നു, അപ്പൊ ബുദ്ധിയുമായിട്ട് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ബുദ്ധൗ ശരണമന്വിച്ച കൃപണ ബലഹേതവ ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ. പുണ്യവും പാപവും ആയിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നെല്ലാം ഒരു വ്യക്തിക്ക് ബുദ്ധിയുടെ സഹായത്താൽ, ആത്മീയമായിട്ടുള്ള ബുദ്ധിയുടെ സഹായത്താൽ വിട്ടുനിൽക്കാൻ സാധിക്കും. അവന് ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. അതാണ് ബുദ്ധിയോഗം. അപ്പൊ ബുദ്ധിയുടെ സഹകരണത്തോടു കൂടി ജീവാത്മാവിന് ഈ ജീവിതത്തിൽ തന്നെ വളരെയധികം സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കാലത്തിന്റെ ആക്രമണം ഉണ്ടാവില്ല. കാലത്തിന്റെ ആക്രമണത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വളരെ സുഖകരമായിട്ട് ഈ ജീവിതം കടത്തിവിടാൻ ആ വ്യക്തിക്ക് സാധിക്കും എന്ന് ആത്മീയമായിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ കേൾക്കാൻ സാധിക്കും. പുരഞ്ജനനെ ജീവാത്മാവും അതേപോലെ രാജ്ഞിയെ ബുദ്ധിയുമായിട്ട് എടുക്കുന്ന സമയത്ത് അവർ പരസ്പരം സഹകരിച്ച സമയത്ത്, ബുദ്ധിയും ജീവാത്മാവും സഹകരിച്ച സമയത്ത് ആ ജീവാത്മാവിന് ഉയരാൻ സാധിച്ചു. ആത്മീയമായിട്ടുള്ള ആനന്ദമുണ്ടായി. വളരെ ലളിതമായിട്ട് കാലത്തിന്റെ ആക്രമണം ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ, അതീന്ദ്രിയ സുഖം അനുഭവിക്കാൻ ഈ ജന്മത്തിൽ തന്നെ ആ വ്യക്തിക്ക് സാധിച്ചു, പുരഞ്ജനന് സാധിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭൗതികമായിട്ടുള്ള നിലവാരത്തിൽ എടുക്കുന്ന സമയത്ത് പുരഞ്ജനൻ രാജാവും രാജ്ഞി സ്ത്രീയും പുരുഷനും തമ്മിൽ ആകർഷണമുണ്ടായി, ഭൗതികമായിട്ടുള്ള ആകർഷണം ഉണ്ടായി, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള താല്പര്യമുണ്ടായി. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നുപോകും. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകുന്നു. പുംസാ സ്ത്രീയ മിഥുനീഭാവമേവ. സ്ത്രീയും പുരുഷനും മൈഥുനഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അവർക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കില്ല. അവരെന്താണ് ചിന്തിക്കുന്നത്? ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തൈ, ഇതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഗൃഹം, നല്ലൊരു വീട് വേണം, വീട്ടിൽ പല വിധത്തിലുള്ള സൗകര്യങ്ങൾ വേണം, കാർ വേണം, ഫ്രിഡ്ജ് വേണം, നല്ല റൂമുകൾ വേണം, ഇങ്ങനെയൊക്കെ അതിൽ ഒരുപാട് സൗകര്യങ്ങൾ വേണം. ഗൃഹം ചിന്തിക്കുന്നത് ഗൃഹത്തിനെ കുറിച്ചായിരിക്കും. ക്ഷേത്രം, അവർക്ക് സ്ഥല സൗകര്യങ്ങൾ വേണം, സ്ഥലം വേണം, ബിസിനസ് നടത്തണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യണം, അതാണ് ക്ഷേത്രം, സ്ഥലം, അത് വേണം. പിന്നെ സുതാപ്ത വിത്തൈ, പുത്രന്മാർ വേണം, കുട്ടികൾ വേണം, അല്ലെ, കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവർക്ക് ജോലി വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആപ്തം, ബന്ധുക്കൾ വേണം, അല്ലെ, നമ്മുടെ ജീവിത വിജയം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ബന്ധുക്കളൊക്കെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നെല്ലാവരും കാണണം. അപ്പം സുതാപ്ത വിത്തൈ, അതിന് ധനം വേണം, അതിന് ധനം സമ്പാദിക്കണം, അതിന് ജോലി ചെയ്യണം. ഈ കാര്യങ്ങളിൽ മാത്രമായിരിക്കും അവർക്ക് പിന്നീട് ചിന്ത. അങ്ങനെയുള്ള ചിന്തകളിൽ അവർ കുടുങ്ങിപ്പോകും. ഇതാണ് ജീവാത്മാവിന്റെ ആ ബന്ധനം എന്ന് പറയുന്നത്. ഭഗവാന്റെ അംശമാണ് എന്നുള്ള കാര്യമൊക്കെ പൂർണ്ണമായിട്ട് മറന്ന് ബൃഹക്ഷേത്ര സുതാപ്ത വിത്തൈ, ഗൃഹം, വീട്, സ്ഥലം, ധനം, കുട്ടികൾ, ബന്ധുക്കൾ, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാനോ അതിനുപരിയായിട്ട് ചിന്തിക്കാൻ കഴിയാത്ത
അവസ്ഥയിൽ അവർ കുടുങ്ങിപ്പോകും. അങ്ങനെ കാലം കഴിഞ്ഞു പോകും. അവരുടെ ആയുസ് മുഴുവൻ തീർന്നു പോകും. അങ്ങനെ ആയുസ് തീരുന്ന സമയത്താണ് അവർ ചിന്തിക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് ആ സമയത്ത് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഭൗതികമായിട്ടുള്ള നിലവാരത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആകർഷണവും അവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള ജീവിതവും ഭൗതികമായിട്ടുള്ള മാത്രം ചിന്തകളും, അതിലൂടെ ആ ജീവാത്മാവ് തന്റെ കാലം കടത്തിവിടുന്നതും ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാലം കടന്നുപോയത് അവരറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രായമായി പോകും. അങ്ങനെ പുരഞ്ജന രാജാവ് ഒരുപാട് കാലം തന്റെ പത്നിയുമായിട്ടുള്ള ഇന്ദ്രിയ തൃപ്തിയിൽ മുഴുകി കാലം കടത്തിവിട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവന്റെ ആയുസിന്റെ പകുതിയും തീർന്നു എന്നാണ് പറയുന്നത്. ആയുസിന്റെ പകുതിയോളവും തീർന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? പുരഞ്ജന രാജാവിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത്. അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പൊ നമ്മൾക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സ്വപ്നമാതാജി ജപിച്ചോ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരി ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ